നമ്മളെ വളരെ നീറ്റായിട്ട് പറ്റിക്കുന്ന ചില കമ്പനികൾ നമുക്ക് ചുറ്റുമുണ്ട്. പരമാവധി ഇത് ഷെയർ ചെയ്യുക, അവർ തിരിച്ചറിയട്ടെ ഈ തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളത്. എൻ്റെ അനുഭവം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഇതിക്ക് മുമ്പ് കോവിഡൊക്കെ വന്ന സമയത്ത്, അതിക്ക് മുമ്പ് കോവിഡ് കാലഘട്ടം മനസ്സിലാക്കുക, അതിക്ക് മുമ്പ് നമ്മൾ ആദിത്യ ബിർളയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻഷുറൻസിൽ നിലനിൽക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോവിഡൊക്കെ ബാധിച്ചത്. ആയിരിക്കൊക്കെ വലിയ രീതിയിൽ ബാധിച്ച് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലൊക്കെ ആയിരുന്നു. അന്ന് രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ സമയത്താണ് നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ഗുണവും അതിനോടൊപ്പം തന്നെ നമ്മൾ കൺസ്യൂമബിൾസ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിലനിൽക്കുക എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്യുകയാണ്. ടാറ്റ AIG ബെസ്റ്റാണ്, അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, ആദിത്യ ബിർള വളരെ നല്ല സർവീസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെ വേണ്ടപ്പെട്ട ഒരു ഏജൻ്റൊക്കെ ഉണ്ട്, ടാറ്റ AIG ബെസ്റ്റാണ്, സൂപ്പറാണ്. അപ്പം നമ്മൾക്ക് നിലവിലുള്ള പരിരക്ഷയേക്കാളും ലക്ഷക്കണക്കിന് രൂപ കൂടുതലുണ്ട്. അപ്പോൾ പ്രീമിയം കൂടുതലാണ് കേട്ടോ. ആദിത്യ ബിർള വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയത്താണ് സുഹൃത്ത് കുറേയും കൂടിയും ഓഫറുകൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുവന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും എനിക്ക് കോവിഡ് ബാധിച്ചു. കിൻഡർ ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ എനിക്ക് ഒരു കോഴ്സ് കഴിഞ്ഞ് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ കോവിഡാണ്. 26-ാം തീയതി മുതൽ ഏതാണ്ട് 31-ാം തീയതി വരെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഏതാണ്ട് നമുക്ക് ഒരു 60,000 സംതിങ് ബില്ല് വരെയാണ് ചെയ്തത്. 67,000 രൂപയോളം ബില്ല് വന്നു. അതിൻ്റെ ഇൻഷുറൻസ് നമ്മളത് കൊടുത്ത സമയത്ത് അപ്പോൾ ആദിത്യ ബിർള വേണ്ടത് പറയുന്നത് ടാറ്റയുടെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. ടാറ്റ AIGയുടെ ഡിസ്ചാർജ് ആയ സമയത്ത് അവർ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ കയ്യിൽ നിന്ന് അടയ്ക്കണം, കമ്പനി നിങ്ങൾക്ക് പൈസ റീഇംബേഴ്സ് ചെയ്ത് തരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് നമ്മൾ ആദ്യത്തെ ഒരു അനുഭവമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളത് പേയ്മെൻറ്റ് അടച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ഒരു അനക്കമില്ല. മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ക്ലെയിം റിജക്റ്റ് ആവുന്നു. അവർ പറഞ്ഞു വീണ്ടും ഈ പേപ്പറുകളൊക്കെ ഒന്നും കൂടി സബ്മിറ്റ് ചെയ്ത് ക്യാൻസൽഡ് ചെക്ക് അടക്കം സബ്മിറ്റ് ചെയ്ത് ഉടനെ പൈസ കിട്ടും. നമ്മുടെ ഇതിൻ്റെ ഏജൻറ്റ് നമ്മളോട് പറയുന്നു. ഇത് വീണ്ടും കൊടുത്ത് മാസങ്ങളോളം കാത്തിരിക്കുന്നു. ഏജൻറ്റിനെ വിളിക്കും. ഏജൻറ്റ് പറയും പൈസ അയച്ചിട്ടുണ്ടല്ലോ, UTR നമ്പർ അയച്ചു തരാം, അയച്ചിട്ടുണ്ട്. പിന്നീട് അത് ചെക്ക് ചെയ്ത് മനസ്സിലായി പൈസ വന്നിട്ടില്ല എന്ന്. വീണ്ടും നമ്മളൊരു അപ്രോച്ച് ചെയ്ത് അതിപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഏജൻറ്റിനെ വിളിക്കുമ്പോൾ പിന്നെ ഫോൺ എടുക്കില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരുടെ നമ്പർ തരും. ഒരാളെ വിളിച്ചാലും ഫോൺ എടുക്കില്ല, പ്രോപ്പർ റെസ്പോൺസ് ഇല്ല. റിന്യൂ ചെയ്യാൻ ചോദിച്ചിട്ട് അവരുടെ ഓഫീസിൽ നിന്ന് വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് തരാനുള്ള പൈസ തരാനായിട്ട് അവർക്ക് പറ്റില്ല. അല്ലെങ്കിൽ ഈ പോളിസി റിന്യൂ ചെയ്യാനായിട്ട് വിളി ഒരു ദിവസം 4-5 കോളുകളൊക്കെ വെച്ച് വരും. ചുരുക്കി പറഞ്ഞാൽ വളരെ നൈസായിട്ട് നമ്മളങ്ങോട്ട് പറ്റിക്കാന്ന് പറയും. തീർച്ചയായിട്ടും ഇത് കൺസ്യൂമർ കോർട്ടിലും അതുപോലെ ഓംബുഡ്സ്മാനും ഒക്കെ ആയിട്ട് പരാതികളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകും. യാതൊരു ഇതുമല്ല. ഇവരുടെ ഈ തട്ടിപ്പ് തീർച്ചയായിട്ടും സമൂഹം അറിയേണ്ടതുണ്ട് എന്നതിനാലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.